സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കമൻറ്റുകൾ എന്ത് തന്നെയാകട്ടെ ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക. ഓൾറൈറ്റ്, നമുക്കപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. നിഫ്റ്റി 22,500 മുകളിൽ വീണ്ടും സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. മിക്ക അനലിസ്റ്റുകളും മിക്ക എക്സ്പേർട്ടുകളും പറയുന്നത് 22,795 കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോകും എന്നാണ്. സോ ഒരു 300 പോയിന്റ് കൂടി നിഫ്റ്റി ഈ മാസത്തിൽ, മെയ് മാസത്തിൽ മുകളിലോട്ട് കയറിപ്പോകും എന്നാണ് മിക്ക അനലിസ്റ്റുകളും പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് കൺഫർമേഷനൊന്നുമില്ല. ഇതൊരു അഭിപ്രായമായിട്ട്, നിഗമനമായിട്ട് പറയുന്നതാണ്. സോ ഇത് കേട്ടായിരുന്നു തന്നെ ഓടിപ്പോയിട്ട് കോൾ പൊസിഷൻ എടുക്കാൻ നിൽക്കരുത്. ദെൻ ഗ്ലാൻഡ് ഫാർമ Q4 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 145% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നൈക്ക Q4 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 9 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ ഗ്രാനൂൾസ് ഇന്ത്യ ഇന്ന് 5% ഒരു റാലിയാണ് രേഖപ്പെടുത്തിയത്. അതിനകത്ത് പ്രധാന ഒരു സംഭവം ഉണ്ടായത്, ഒരു ബ്ലോക്ക് ഡീൽ നടന്നിട്ടുണ്ടായിരുന്നു. 252 കോടി രൂപയുടെ ഒരു ബ്ലോക്ക് ഡീൽ നടന്നിട്ടുണ്ട്. അതാണ് 5% ഒരു മുന്നേറ്റം ഉണ്ടായത്. മെട്രോപോളിസ് ഹെൽത്ത് കെയർ ഇന്ന് 3% ഒരു റാലി രേഖപ്പെടുത്തി. Q4 റിസൾട്ട് സൂപ്പറായതാണ് അതിൻ്റെ കാരണം. JK ടയേഴ്സിൻ്റെ ഷെയർസ് ഇന്ന് 10% കയറിപ്പോയത്. കാരണം Q4 റിസൾട്ട് മികച്ചതായിരുന്നു അവരുടെ. ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് ഇന്ന് 5% ഒരു ഇടിവ് രേഖപ്പെടുത്തി. Q4 റിസൾട്ടിനോടനുബന്ധിച്ചാണിത്. BEML ഇന്ന് 9% ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. അവർക്കൊരു 250 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ഇന്ന് 8% ഒരു ഇടിവ് രേഖപ്പെടുത്തി. അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ Q4 91% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെൽസ്പൺ എന്റർപ്രൈസസ് ഇന്ന് 7% റാലി രേഖപ്പെടുത്തി. അവർക്കൊരു മഹാരാഷ്ട്രയിൽ നിന്നും ഒരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരിന്ന് ഇത്തരം ഒരു കുതിപ്പ് രേഖപ്പെടുത്തിയത്. സുസ്ലോൺ എനർജി ഒട്ടുമിക്ക ആൾക്കാരും ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ഇന്ന് അപ്പർ സർക്യൂട്ട് അടിച്ചിട്ടുണ്ട്. 402 മെഗാവാട്ടിൻ്റെ ഒരു പ്രൊജക്റ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് 5% അപ്പർ സർക്യൂട്ട് അടിച്ചിട്ടുണ്ട്. PI ഇൻഡസ്ട്രീസ് ഇന്ന് 3% വർധനവ് രേഖപ്പെടുത്തി. Q4 റിസൾട്ടിൽ 32% ഗെയിനാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജൂബിലന്റ് ഫുഡ് വർക്ക്സ് ഇന്ന് Q4 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 7 മടങ്ങായി വർദ്ധിച്ചിട്ടുണ്ട്. മൊത്തം 208 കോടി രൂപയുടെ പ്രോഫിറ്റാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ മാക്സ് ഹെൽത്ത് കെയർ Q4 നെറ്റ് പ്രോഫിറ്റ് 3% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി നാളെ ആയിരിക്കും ഇത് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുക. സൺ ഫാർമ Q4 റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് 34% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളത്തെ മാർക്കറ്റിൽ ഇതും കാണാൻ സാധിക്കും. ചൈനയുടെ റിയൽ എസ്റ്റേറ്റ് ക്രൈസിസിന് ഒരു അന്ത്യമില്ല എന്നാണ് വാർത്തകൾ വരുന്നത്. ഇപ്പോൾ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഫ്ലാറ്റുകളെല്ലാം തന്നെ ഗവൺമെൻറ് വാങ്ങാൻ തീരുമാനിച്ചു എന്ന് ഈയിടക്ക് കംപ്ലീറ്റഡ് പ്രോപ്പർട്ടീസ് ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. അതിന് പകരം അതിന് ഒരു ബാക്കി പത്രമായിട്ട് ഇപ്പോൾ കംപ്ലീറ്റഡ് ഫ്ലാറ്റ്സ് ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു എന്നൊരു വാർത്ത കൂടി വരികയാണ്. ഇന്ത്യയിൽ ഉള്ളിയുടെ വില വർദ്ധിക്കാൻ വളരെയധികം സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു, അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ കാണിക്കുന്നു. കാരണം ഇന്ത്യയിൽ നിന്ന് 45,000 ടൺ ഉള്ളി കയറ്റുമതി ആരംഭിച്ചിരിക്കുന്നു. 45,000 ടൺ ഓൾറെഡി കയറ്റുമതി ചെയ്തു കഴിഞ്ഞു. ഇത് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഉള്ളി കയറ്റുമതിയിൽ ഒരു ബാൻ ഉണ്ടായിരുന്നു. അത് നീക്കം ചെയ്തതോടുകൂടിയാണ് ഈ കയറ്റുമതി. ഇത് ഒരു പരിധി വരെ ഫാമേഴ്സിന് സപ്പോർട്ടാണ്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഉള്ളിയാണ് രാജ്യഭരണം പോലും തീരുമാനിക്കുന്നത്. സോ ഉള്ളി ഡിമാൻഡ് കൂടിയൊക്കെ വരികയാണെങ്കിൽ, ഉള്ളിക്ക് വിലയൊക്കെ കൂടി അത് ഭയങ്കരമായിട്ട് രാഷ്ട്രീയത്തെ ബാധിക്കുന്ന ഒരു ഏരിയയാണ് നോർത്ത് ഇന്ത്യ. സോ ഉള്ളിയാണ് എല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ ഉള്ളി വില വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഭരണകർത്താക്കളെയും ബാധിക്കും എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റ് ഒരു സമ്മിശ്ര പ്രതികരണമാണ്. ഡോ ജോൺസ് ഗ്രീനിലാണെങ്കിൽ S&P 500 നെസ്ഡാക്കും റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് മോഡിലാണ് പോകുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി 22,670 ട്രേഡിംഗ് നടക്കുന്നു. 24 പോയിന്റ് റെഡിലാണ്. നിക്കി 329 പോയിന്റ് റെഡിലാണ്. ഹാങ്സങ് 25 പോയിന്റ് റെഡിലാണ്. ഒട്ടുമിക്ക ഇൻഡെക്സുകളും ഇപ്പോൾ റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 47 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു.
147 പോയിന്റിൻ്റെ അഥവാ 9.65% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 22,577 നിന്നും 21 പോയിന്റ് ലാഭത്തോടു കൂടി 22,598 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആണ്. നിഫ്റ്റി 50-ലുള്ള 24 സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 26 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. സിപ്ല, ടാറ്റ കൺസ്യൂമർ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, കോൾ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും മുന്നേറ്റം നയിച്ചത്. അതേസമയത്ത് SBIN, അപ്പോളോ ഹോസ്പിറ്റൽ, ഹിന്ദാൽകോ, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ തുടങ്ങിയ കമ്പനികൾ നിഫ്റ്റിയെ താഴോട്ട് വലിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. നിഫ്റ്റിയുടെ ഒരാഴ്ചത്തെ അല്ലെങ്കിൽ 5 ട്രേഡിംഗ് ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 570 പോയിന്റിൻ്റെ അഥവാ 2.59% മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. മെയ് മാസത്തിൽ ഇതുവരെയായിട്ട് 30 പോയിന്റിൻ്റെ അഥവാ 0.13% ഒരു മുന്നേറ്റം മാത്രമാണ് നിഫ്റ്റിക്ക് ലഭിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു ഡോജിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇന്ത്യ വിക്സ് ഇന്ന് 1.56% കുറഞ്ഞിട്ട് 21.47 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ CPR ആണ്, അതുപോലെ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ മറ്റ് ഇൻഡെക്സുകളിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് 48,114 ഓപ്പണായിട്ട് 331 പോയിന്റ് നഷ്ടത്തിൽ 47,782 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി 21,464 ഓപ്പണായിട്ട് 137 പോയിന്റ് നഷ്ടത്തിൽ 21,327 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 74,166 ഓപ്പണായിട്ട് 55 പോയിന്റ് ലാഭത്തോടു കൂടി 74,221 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് 11,385 ഓപ്പണായിട്ട് 29 പോയിന്റ് നഷ്ടത്തിൽ 11,356 ക്ലോസ് ചെയ്തു. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് $77.88 കുറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് $2,413 കുറഞ്ഞിട്ടുണ്ട്. USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ 3 പൈസയുടെ ഒരു മുന്നേറ്റം ഇന്ത്യൻ രൂപ കാഴ്ചവെച്ചത് നമുക്ക് കാണാം. 83.28 ഒരു US ഡോളറിന്റെ ഇന്നത്തെ വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 16,061 കോടിയുടെ ബൈങ്ങും 16,747 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 686 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 13,486 കോടിയുടെ ബൈങ്ങും 12,524 കോടിയുടെ സെല്ലിംഗ് കാഴ്ചവെച്ചത് വഴി 961 കോടിയുടെ നെറ്റ് ബൈങ് ആണ് നടത്തിയിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 275 കോടി രൂപയുടെ ബൈങ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സൈഡിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. മൊത്തത്തിൽ ഈ മാസത്തേത് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 38,186 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് കാഴ്ചവെച്ചത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 38,331 കോടിയുടെ ബൈങ്ങും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 145 കോടിയുടെ നെറ്റ് ബൈങ് ആണ് ഈ മെയ് മാസത്തിൽ ഇതുവരെയായിട്ട് നടന്നിരിക്കുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി FMCG ഇന്ന് 1.43% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. നിഫ്റ്റി FMCG, റിയാലിറ്റി, മീഡിയ, IT, ഫാർമ ഇത്തരം സെക്ടറുകൾ മാത്രമാണ് ഇന്ന് ഗ്രീനിൽ അവസാനിച്ചിട്ടുള്ളത്. ETF നോക്കുകയാണെങ്കിൽ ഫാർമ ബീസ് 1.03% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. ഗോൾഡ് ബീസും ബാങ്ക് ബീസും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ സിപ്ല ഇന്ന് 2.79% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയോ. IEX 3.55% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിപ്ല, ടാറ്റ കൺസ്യൂമർ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, കോൾ ഇന്ത്യ, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, റിലയൻസ്, ബ്രിട്ടാനിയ, ഡോക്ടർ റെഡ്ഡി, സൺഫാർമ, ഇൻഫി, ഏഷ്യൻ പെയിന്റ്, ITC ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ IEX, REC ലിമിറ്റഡ്, AU ബാങ്ക്, ചോല ഫിനാൻസ്, ശ്രീറാം ഫിനാൻസ്, ഭാരത് ഫോർജ്, SBIN, ട്രെൻഡ്, അപ്പോളോ ഹോസ്പിറ്റൽ, ലൈലാൻഡ്, ഹിന്ദാൽകോ, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിൽ അവസാനിച്ചു. നിഫ്റ്റി NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1,107 സ്റ്റോക്കുകൾ ലാഭത്തിലും 1,146 സ്റ്റോക്കുകളും നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR 1.16 ആണ്. ഇത് ക്ലിയർലി ബുള്ളിഷ് ആണ് നമ്മളോട് സൂചിപ്പിക്കുന്നത്. 22,598 മാർക്കറ്റ് സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 68 പോയിന്റ് മുകളിലായിട്ട് 22,666 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് നടത്തിയിരിക്കുന്നത് 23,000 1,41 ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. 22,500 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് നടന്നിട്ടുള്ള 1,16 ലക്ഷം പുട്ടാണ് ഇവിടെ റൈറ്റിംഗ് നടന്നിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.55 ആണ് വന്നിരിക്കുന്നത്. ക്ലിയർലി ബെയറിഷ് മൂവ്മെന്റ് ആണ് ഇത് നമ്മളോട് സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു ഫോള് വരാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. ദെൻ 47,782 സ്പോട്ട് പ്രൈസ് അവസാനിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് 289 പോയിന്റ് മുകളിലായിട്ട് 48,071 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് നടന്നിരിക്കുന്നത്
50,000-ലാണ്. 25 ലക്ഷം കോളാണ് ഇവിടെയുള്ളത്. അതേസമയത്ത് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് നടന്നിരിക്കുന്നത് അറ്റ് ദ മണിയിൽ തന്നെയാണ്. 48,000-ൽ 19 ലക്ഷം പുട്ടാണ് റൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നാളെ റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ അമൃതാഞ്ജൻ ഹെൽത്ത് കെയർ, ബാർബിക്യൂ നേഷൻ ഹോസ്പിറ്റാലിറ്റി, അലിയഡ് ഡിജിറ്റൽ സർവീസസ്, ഏഷ്യൻ ഗ്രാനൈറ്റോ ഇന്ത്യ, ഫോർട്ടീസ് ഹെൽത്ത് കെയർ, CESC, ITC, ICRA, സെലോ വേൾഡ്, ഫിനോലെക്സ് കേബിൾ, ഇത്രയും സ്റ്റോക്കുകൾ മാത്രമല്ല ഏകദേശം 200-ലധികം സ്റ്റോക്കുകൾ നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. നാളെ വരാനുള്ള ഗ്ലോബൽ ഇവന്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ USA ന്യൂ ഹോം സെയിൽസ്, യൂറോ ഏരിയ കൺസ്യൂമർ കോൺഫിഡൻസ് ഫ്ലാഷ്, USA S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI, USA S&P ഗ്ലോബൽ കമ്പോസിറ്റ് PMI, USA S&P ഗ്ലോബൽ സർവീസസ് PMI, then USA ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ്, UK S&P ഗ്ലോബൽ കമ്പോസിറ്റ് PMI. ഇത്രയും ഈവൻറ്റുകളാണ് നാളെ വരാനുള്ളത്. ഞങ്ങളുടെ ട്രേഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് 19 ട്രേഡിൽ നിന്നും 1:1.35 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ 0.84% പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതായത് 5038 രൂപയുടെ പ്രോഫിറ്റ്. നിഫ്റ്റിയിൽ ബ്രേക്ക് ഇവൻ ആയതേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റിയിൽ 1%, അതായത് 0.9% പ്രോഫിറ്റ് ഉണ്ട്. ഫിൻ നിഫ്റ്റിയിൽ 1.13% ലോസാണ് ഇന്ന് വന്നിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 5.5% പ്രോഫിറ്റാണ്. സെൻസെക്സിൽ 4.3% ലോസാണ്. ദെൻ സ്റ്റോക്ക് ഓപ്ഷൻസിൽ 3.4% പ്രോഫിറ്റാണ് ഇന്ന് വന്നിരിക്കുന്നത്. മൊത്തത്തിൽ ഈ മാസം ഞങ്ങളിപ്പോൾ 44.82% പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. നിഫ്റ്റിയിൽ 26.6% പ്രോഫിറ്റ് ഉണ്ട്. അത് നല്ലൊരു ഇത് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ 22% പ്രോഫിറ്റ് ഉണ്ട്. ഫിൻ നിഫ്റ്റിയിൽ ബ്രേക്ക് ഈവൻ ആയിട്ട് 240 രൂപ ലോസിലാണുള്ളത്. മിഡ് ക്യാപ്പിൽ 47,512-ലാണ് 47% പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. സെൻസെക്സിൽ 54% പ്രോഫിറ്റ് ഉണ്ട്. സ്റ്റോക്ക് ഓപ്ഷൻസ് 117% പ്രോഫിറ്റ് ഉണ്ട്. എന്നാലും സ്റ്റോക്ക് ഓപ്ഷൻസ് കത്തിക്കയറി പോകുന്ന ഒരു ഭാഗമാണ്. കാരണം അതിനകത്ത് മാക്സിമം ലോഡ് നമ്മൾ എടുക്കുന്നുണ്ട്. 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് ഏകദേശം 1 ലക്ഷം രൂപയുടെ തന്നെ പൊസിഷൻസ് നമ്മൾ എടുക്കാറുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഇത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റിന് പ്രധാനപ്പെട്ട കാരണം. ഇനി ഇന്നത്തെ നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റ് രാവിലെ പ്രവചിച്ച പോലെയൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഒരു R1-ന്റെ അടുത്ത് ഓപ്പണായി നോട്ട് റേറ്റ് സോണിലേക്ക് ജസ്റ്റ് ഒന്ന് വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് R2-ലേക്ക് കയറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വലിയൊരു സംഭവമൊന്നുമില്ല പറയാനായിട്ട്. ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് എന്ന് പറയാൻ സാധിക്കില്ല. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ നോട്ട് റേറ്റ് സോണിൻ്റെ മുകളിലായിട്ട് ഓപ്പണായി അവിടെ നിന്ന് സ്ട്രൈറ്റ് ഓപ്പണിംഗ് സിക്കൽ ടു ഹൈ എന്ന ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്തവർക്ക് 100% പ്രോഫിറ്റ് നൽകുന്ന രീതിയിലാണ് അത് വന്നത്. ദെൻ സ്ട്രൈറ്റ് ഫോൾ വന്നു S3-ൽ, അതായത് ഇന്നത്തെ റാസ് ലെവൽസിൽ സപ്പോർട്ട് 3-ൽ വന്ന് കുറച്ചു നേരം കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഫർദർ ഇന്നത്തെ ഡേ ലോ വരും എന്ന് പറഞ്ഞിരുന്നത് 47,513. അവിടെ ഒന്ന് ടച്ച് ചെയ്ത് മാർക്കറ്റ് അവിടെ നിന്ന് റിക്കവർ ആയി. നാളെ മോസ്റ്റ് പ്രോബബ്ലി ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു റിവേഴ്സലാണ് ആഫ്റ്റർനൂൺ സെഷനിൽ നമ്മൾ കണ്ടത്. അതായത് 47,573, 47,950 വരെയുള്ള 570, ഏകദേശം 400 പോയിന്റ് അരമണിക്കൂർ കൊണ്ട് അത് കയറിപ്പോയി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. നാളെ അത് കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്ത് നല്ലതായിരിക്കും. ഇനി നിഫ്റ്റിയിൽ ഒരു മന്ത്ലി റാസ് ലെവൽസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിഫ്റ്റിയിൽ നല്ലൊരു റാലി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാസത്തെ 23,239 എന്നാണ് മെയ് മാസത്തിൽ നമുക്ക് എത്തിപ്പിടിക്കേണ്ട ഒരു ടാർഗറ്റ്. നിഫ്റ്റി അവിടെ വരെ എത്തുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. സെൻസെക്സും അതേ രീതിയിൽ കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കാം, മാർക്കറ്റ് നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. ഇനി മിഡ് ക്യാപ്പിൽ ഇപ്പോൾ വരുന്നതെല്ലാം തന്നെ റെഡ് ക്യാൻഡിലാണെങ്കിൽ പോലും ഓവറോൾ പെർഫോമൻസ് മാർക്കറ്റിൽ മുകളിലോട്ട് തന്നെയാണ്. മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. 11,446 മിഡ് ക്യാപ്പ് ഈ മാസം എത്തിച്ചേരേണ്ട ഒരു ടാർഗറ്റ്. സോ വളരെ സൂൺ, നാളെ മറ്റന്നാളോടുകൂടി ഏകദേശം അത് അവിടെ എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഫിനാൻസ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ എൻഗൾഫിംഗ് ക്യാൻഡിൽ ബെയറിഷ് എൻഗൾഫിംഗ് ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന പാറ്റേൺ. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, മാർക്കറ്റിൽ വലിയൊരു വാല് താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ക്വിക്കായിട്ട് അവിടെ ഒരു സപ്പോർട്ട് കിട്ടി മാർക്കറ്റ് തിരിച്ച് കയറി വരുന്നുണ്ട്. അത് ഈ മാസത്തെ ലോ വരേണ്ട ഒരു പൊസിഷനാണിത്, 47,926. അപ്പോൾ ഫർദർ അവിടെ നിന്ന് താഴോട്ട് പോകാതെ ബാങ്ക് നിഫ്റ്റിനെ അരക്കിയോ പിടിച്ച് നിർത്തുന്നുണ്ട്. ബാങ്ക് എക്സും അതേപോലെ തന്നെയാണ്. ഇനി ഫിൻ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിലും നോട്ട് റേറ്റ് സോണിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. നോട്ട് റേറ്റ് സോണിൻ്റെ മുകളിൽ ഓപ്പണായിട്ട് താഴോട്ട് പോയെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്വിക്ക് സപ്പോർട്ട് കിട്ടിയിട്ട് മാർക്കറ്റ് തിരിച്ച് കയറി വരുന്നൊരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ നോക്കാം. ഓവറോൾ ഫിനാൻസ് സെക്ടർ ഒരു ബെയറിഷ് മോഡലും മറ്റ് മേജർ ഇൻഡെക്സുകൾ ബുള്ളിഷ് മോഡലുമാണുള്ളത്. ഈ ഒരു വിരോധാഭാസം ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ഇൻട്രാഡേ ട്രേഡേഴ്സിനെ ബാധിക്കാറുണ്ട്. നോക്കാം വരുന്ന ദിവസങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ളത്. ഇനി പ്രധാനപ്പെട്ട
ഇന്നലത്തെയൊക്കെ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ വായിച്ച് നിങ്ങളുടെ സമയം കളയുന്നില്ല, അതുകൊണ്ട് പ്രധാനപ്പെട്ടത് മാത്രം വായിക്കാം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ ഇതാരാ പറഞ്ഞു? മനു ജോർജ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം എന്ന് ഇടയ്ക്ക് പറയാറുള്ളത് കൊണ്ട് പറയുകയാണ്. റിസൾട്ട് സീസൺ ആകുമ്പോൾ റിസൾട്ട്സ് അനൗൺസ് ചെയ്യുന്ന കമ്പനികളുടെ ലിസ്റ്റ് പറയുന്ന സെഗ്മെൻറ്റിനോടൊപ്പം റിസൾട്ട് അനൗൺസ് ചെയ്ത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത ഡീറ്റെയിൽസ് കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാകും. ഓക്കെ, എനിക്ക് മനസ്സിലായി. അതായത് നാളെ ഞാൻ ഇന്ന സ്റ്റോക്കുകൾ റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നത് നാളെ വൈകുന്നേരം വന്നിട്ട് അതിൻ്റെ റിസൾട്ട് പോസിറ്റീവാണോ നെഗറ്റീവാണോ ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യങ്ങളും കൂടി പറയണം എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ അതിന് ശ്രമിക്കാം. ഫിറോസ് ബൈ, ഗുഡ് കവറേജ്, ഇറ്റ് ടുക്ക് വെരി ലെസ് ടൈം. താങ്ക് യു വെരി മച്ച് ബ്രദർ. ആൻഡ് മേജർ കമൻസ് നോക്കുകയാണെങ്കിൽ മുരുകദാസൻ, ബാങ്ക് നിഫ്റ്റി ഇറങ്ങുകയാണെങ്കിൽ ആദ്യം 48,350 450 ഏകദേശം 11-17 വരെ ഉയർത്തി കുറേ സെല്ലിംഗ് നടത്തി പ്രീമിയം DK നടത്തി പിന്നെ ഇറങ്ങി വരാം. ഇത് ഓൺലി മൈ അസംഷൻ. ഓൾമോസ്റ്റ് ആ രീതിയിൽ തന്നെ പോയിരുന്നു. പക്ഷേ മോർണിംഗ് സെഷനിൽ നല്ല രീതിയിൽ താഴോട്ട് പോയിട്ട് പിന്നെ സപ്പോർട്ട് എടുത്ത് കയറുകയാണ് ചെയ്തത്. ഇന്ന് ഇതാരാണ്? ദുൽകിഫ്ലി, ഇദ്ദേഹം എൻ്റെ നാട്ടുകാരനാണെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, ഇന്ന് ലേറ്റ് ആവാൻ എന്താണ് കാരണം? ഇന്ന് ഞാൻ ഹോസ്പിറ്റൽ കേസുമായിട്ട് ഒന്ന് ചുറ്റിപ്പോയി. അപ്പോൾ എനിക്ക് ചില സമയത്ത് ഞാൻ തന്നെ പോകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ പോയേ പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ കൊണ്ടാണ് ലേറ്റായി പോകുന്നത്. മിഷാൽ മുന്ന, SGX ഫ്യൂച്ചറിൽ നിഫ്റ്റി കാണുന്നു, ബാങ്ക് നിഫ്റ്റി കാണാൻ. SGXൽ കാണുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി അല്ലേ? അതായിരിക്കണം എന്നാണ് എൻ്റെ ഓർമ്മ. ഞാനത് ചെക്ക് ചെയ്യാറില്ല. ദെൻ ഇന്ന് രാവിലത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ ഈ ചാനൽ ഇതുവരെയായിട്ട് 10,800 പേര് മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. രാവിലത്തെ വീഡിയോ 533 പേരാണ് കണ്ടിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഒരു കമൻറ്റ് നോക്കുകയാണെങ്കിൽ ഫിറോസ് ഭായ് പറഞ്ഞിരിക്കുന്നത്, താങ്ക്സ് ഫോർ യുവർ എഫേർട്ട്, വൺ സജഷൻ. സ്റ്റോക്ക് ഓപ്ഷൻസിനെ പറ്റി പറയുന്ന ഭാഗത്ത് ആ സ്റ്റോക്കിൽ പോസിറ്റീവ് ആണോ ഓർ നെഗറ്റീവ് ആണോ എന്നുകൂടി പറഞ്ഞാൽ ഗുഡ്. എക്സാമ്പിൾ സിപ്ല, ഈ സ്റ്റോക്കിൽ എന്താ ന്യൂസ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്? ഓക്കെ, തീർച്ചയായിട്ടും ഞാനത് പരമാവധി ശ്രമിക്കാം. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വരിക എന്നാൽ ചില കാര്യങ്ങൾ എനിക്ക് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല. അത് അങ്ങനെയുള്ള ചില ന്യൂസുകൾ അത് ചിലപ്പോൾ മാർക്കറ്റ് എങ്ങനെ എടുക്കും എന്നുള്ളത് അത് അനലൈസ് ചെയ്യുന്നവർക്ക് മാത്രം, ഫിനാൻഷ്യൽ അനലിസ്റ്റിന് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. നോർമലി ട്രേഡേഴ്സ് എങ്ങനെ എടുക്കും എന്നുള്ള രണ്ട് വിധത്തിലും വരും. ഇപ്പോൾ SBIയുടെ റിസൾട്ട് പോസിറ്റീവ്, SBI ബാങ്കിൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആണെന്ന് കരുതുക. അതായത് ഒരു നല്ല പ്രോഫിറ്റിലാണ് അത് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ നോർമലി സംഭവിക്കാറുള്ളത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടക്കുക. ആ സ്റ്റോക്ക് താഴോട്ട് പോകും ചെറിയ രീതിയിൽ, പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ അത് മുകളിലോട്ട് കയറി വരുള്ളൂ. അതാണ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളിൽ പെട്ടുപോകാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആവും. നവാസ് പക്കാട, എനിക്കിഷ്ടം മാർക്കറ്റ് ഒരു സൈഡ് വേസ് ആവുന്നതാണ്, ബിക്കോസ് ഐ എം എ സെല്ലർ. ഓക്കെ, നിങ്ങൾ സെല്ലറാണെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റ് നിങ്ങൾ എൻജോയ് ചെയ്യും, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കും. ഓൾ റൈറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനം. പിന്നെ ഇവിടെ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാവരോടും താങ്ക് യു വരും. ഇത് സജിത് തമ്പൂർ തുടക്കം മുതൽ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ഇടുന്ന ഒരാളാണ് സജിത് തമ്പൂർ. ഞാൻ എല്ലാ പ്രാവശ്യവും ഇത് വായിക്കാറുണ്ട്. അതുപോലെ ഇവിടെ വിജയകുമാർ തെറ്റിക്കാട്ടിൽ, അങ്ങനെ എന്താ പറയുക, ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. നിങ്ങളെ ഞാൻ ഒഴിവാക്കുന്നതല്ല, ഇവിടെ എല്ലാവരുടെയും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഇപ്പോഴത്തേക്ക് മാറ്റി വയ്ക്കുന്നതാണ്. സോ പുതിയ വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.